നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം പരമ്പരയുടെ നിർണായകമായ അധ്യായമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മുഫ്തി മൗലവിമാരുടെ അനീതി നിറഞ്ഞ നിയമങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാൻ നാസിർ തയ്യാറായില്ല. ഇപ്പോൾ സഭയുടെ ഉമ്മയുടെ ചോദ്യത്തിന് പിന്നെ എങ്ങനെ നിക്കാഹ് നടക്കും, നാസിർ തന്റെ ഉറച്ച തീരുമാനം വെളിപ്പെടുത്തി. ഈ വിവാഹം സഭയുടെ മാത്രം ആവശ്യമാണെന്ന് നാസിർ കരുതുന്നില്ല. മറിച്ച് താളം തെറ്റിയ തന്റെ ജീവിതം തിരികെ പിടിക്കാൻ തനിക്കും ഈ വിവാഹം ആവശ്യമാണെന്ന് അവൻ സമ്മതിച്ചു. സഭയും ഉടൻ തന്നെ സമ്മതം മൂളി. അതോടെ ഉമ്മയും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പുരോഗമനപരമായ പരിഹാരം ഒളിച്ചോടി വിവാഹം കഴിച്ച് ധിക്കാരം കാട്ടാനല്ല നാസിർ ശ്രമിച്ചത്, മറിച്ച് വിവേകത്തിന്റെ വഴി അവൻ തിരഞ്ഞെടുത്തു. നമുക്ക് രണ്ടുപേർക്കും കോടതിയിൽ വെച്ച് വിവാഹിതരാകാം, കോർട്ട് മാരേജ് എന്നതാണ് എന്റെ നിർദ്ദേശം. രഹസ്യ സ്വഭാവം, മതാന്തയെക്കുറിച്ചുള്ള ഭയം. എല്ലാവരും ഇതിനോട് യോജിച്ചു. എങ്കിലും ഇമ്രാൻ ഒരു മുന്നറിയിപ്പ് നൽകി, കോടതി വിവാഹം കഴിയുന്നതുവരെ ഈ കാര്യം നമ്മൾ ആരോടും പറയരുത്. അല്ലെങ്കിൽ നാസിർ ബായിക്കോ സഭക്കോ നേരെ ആക്രമണമുണ്ടായേക്കാം. നാസിറും സഭയും രഹസ്യമായി കോടതിയിൽ അപേക്ഷ നൽകി. മതാന്തയുടെ അവസാന ശ്രമം പേടിച്ചതെന്ന് സംഭവിച്ചു. 5 മതാന്തരായ ആളുകൾ ഇമ്രാന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. സഭയുടെ ഉമ്മ വിവേകത്തോടെയാണ് ഇതിനെ നേരിട്ടത്. 1 മാസത്തിനുള്ളിൽ സഭയ്ക്ക് യോജിച്ച ഒരു ആലോചന നിങ്ങൾ തന്നെ കണ്ടെത്തൂ എന്ന് അവർ അവരോട് പറഞ്ഞു. ബന്ധങ്ങളിലെ സത്യാവസ്ഥ. അടുത്ത 20 ദിവസത്തിനുള്ളിൽ വന്ന 4 ആലോചനകളും ഭാര്യ മരിച്ചവർ, വിവാഹമോചിതർ അല്ലെങ്കിൽ രണ്ടാം ഭാര്യയായി സഭയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ, എല്ലാവരും 40 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരായിരുന്നു. ഇതിൽ കാസി പോലും സഭയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നത് ഞെട്ടിക്കുന്നതായിരുന്നു. നാസിറിന്റെ മനസ്സിൽ സംഘർഷങ്ങളുണ്ടായിരുന്നു. ഫത്വ കാരണം സഭയ്ക്ക് സാമൂഹിക ബഹിഷ്കരണം നേരിടേണ്ടി വരുമോ? എന്നാൽ അവൻ ഒളിച്ചോടാൻ തയ്യാറായില്ല. സ്വന്തം സമുദായത്തിൽ തന്നെ നിന്ന് പോരാടാനാണ് അവൻ തീരുമാനിച്ചത്. അവസാനത്തെ യുക്തി നാസിർ ഇമ്രാനോട് പറഞ്ഞു, മറ്റു മതസ്ഥരോട് വെറുപ്പ് വളർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾക്ക് സ്വന്തം സമുദായത്തെപ്പോലും സ്നേഹിക്കാൻ അറിയില്ല. വിജയനിമിഷം 1 മാസം കടന്നുപോയി. നിശ്ചയിച്ച തീയതിയിൽ അതീവ രഹസ്യമായി നാസിറിന്റെയും സഭയുടെയും കോടതി വിവാഹം നടന്നു. സ്നേഹത്തിന്റെ വിരുന്ന്. നാസിർ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ വിവാഹ വിരുന്നൊരുക്കി. ഇതിനു മുമ്പ് ഒരിക്കലും അത്തരം ഹോട്ടലിൽ പോയിട്ടില്ലാത്ത കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ സസന്തോഷം വിരുന്നിൽ പങ്കെടുത്തു. നാസിർ മുഴുവൻ സമയവും സഭയുടെ മകൾ ഷനായയെ തന്റെ മടിയിലിരുത്തി. സന്തോഷം. ഈ വിവാഹത്തിലൂടെ സഭയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. നാസിറിന്റെ ഉമ്മയുടെ ഏകാന്തത അവസാനിച്ചു. സഭയുടെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഇമ്രാന്റെ വിവാഹത്തെക്കുറിച്ച് പുതിയ പ്രതീക്ഷകളുണ്ടായിരിക്കുന്നു. വിവേകവും പുരോഗമന ചിന്താഗതിയും യഥാർത്ഥ സ്നേഹവും എങ്ങനെയാണ് സാമൂഹിക അനാചാരങ്ങളെയും മതാന്തയെയും പരാജയപ്പെടുത്തിയതെന്ന് കേൾക്കുക. ഇത് നാസിറിന്റെയും സഭയുടെയും ജീവിതത്തിലെ മാനവികതയുടെ വിജയമാണ്. മാനവ പരിചയം പരമ്പരയുടെ ശുഭാന്ത്യം നിങ്ങൾ കേൾക്കും. അധ്യായം 16. കോടതി വിവാഹം, വിവേകത്തിന്റെയും സ്നേഹത്തിന്റെയും വിജയം. നാസിർ അടുത്ത ചോദ്യത്തിനായി കാത്തിരുന്നതുപോലെ ഇപ്രകാരം പറഞ്ഞു, സഭ വളരെ വിവേകമുള്ള കുട്ടിയാണ്. വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവൾ കടന്നുപോയത്. അവളുടെ മടിയിൽ ഒരു കൈക്കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തവും സഭക്കാണ്. ഇത്രയും പ്രയാസകരമായ ഒരു ചുറ്റുപാടിൽ എനിക്ക് സഭയെ വിവാഹം കഴിക്കണം എന്ന് കരുതി ഈ വിവാഹം സഭയുടെ മാത്രം ആവശ്യമല്ല. എന്റെ താളം തെറ്റിയ ജീവിതം തിരികെ കൊണ്ടുവരാൻ എനിക്കും സഭയുടെ കൂട്ട് ആവശ്യമാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഞാൻ സഭയെ വിവാഹം കഴിക്കണമെന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ അതിന് ഒരേയൊരു വഴിയേയുള്ളൂ. അല്പം നിർത്തിയ ശേഷം നാസിർ ചോദിച്ചു, നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ വഴി പറയാം. ഈ തവണ നാസിറിന് മറുപടി നൽകാൻ മുന്നോട്ട് വന്നത് സഭ തന്നെയാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. സഭ പറഞ്ഞു, അതെ സർ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. നിങ്ങളുടെ യുക്തിപരമായ സംസാരം എന്നെ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങളെ വിവാഹം കഴിക്കുന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതും. പറയൂ, നമ്മുടെ വിവാഹം എങ്ങനെയാണ് നടക്കുക? അതിന് നാസിർ മറുപടി നൽകി, നന്ദി സഭ, പക്ഷേ ഇതേ വാക്കുകൾ നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ സഭയുടെ ഉപ്പ മൗനം പാലിച്ചു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിഷേധിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കാരണവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ആരും നിക്കാഹ് നടത്തി തരുന്നില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും നിയമപരമായി വിവാഹിതരായാൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. മതത്തേക്കാൾ തന്റെ മകളോടുള്ള കടമക്കാണ് ഉമ്മ ഇവിടെ പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ നാസിർ പറഞ്ഞു, ഇല്ല, ഞാൻ അത്തരമൊരു സാഹസത്തിന് മുതിരില്ല. എന്റെ നിർദ്ദേശം നമുക്ക് രണ്ടുപേർക്കും കോടതി വഴി വിവാഹിതരാകാം എന്നതാണ്. ആ നിമിഷം എല്ലാവരും ഈ നിർദ്ദേശത്തിന് തങ്ങളുടെ സമ്മതം അറിയിച്ചു. പിന്നീട് ഇമ്രാൻ പറഞ്ഞു, കോടതി വിവാഹം കഴിയുന്നതുവരെ ഈ കാര്യം നമ്മൾ ആരോടും പറയരുത്. അല്ലെങ്കിൽ നാസിർ ബായിക്കോ സഭക്കോ നേരെ ആക്രമണം ഉണ്ടായേക്കാം.
ഇമ്രാന്റെ ഈ നിർദ്ദേശം എല്ലാവർക്കും ശരിയാണെന്ന് തോന്നി. സബയും നാസിറും കോടതി വിവാഹം ചെയ്യാൻ പോകുന്നുവെന്ന് അറിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളെയും ഭീഷണിപ്പെടുത്താൻ ആളുകൾ വരുമെന്ന് ഇമ്രാൻ ഭയപ്പെട്ടു. ഇമ്രാന്റെ ഭയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ നാസിറും സബയും രഹസ്യമായി കോടതിയിൽ വിവാഹത്തിന് അപേക്ഷ നൽകി. നിയമമനുസരിച്ച് 1 മാസത്തിനു ശേഷമുള്ള തീയതിയാണ് നിശ്ചയിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സബയുടെ നിക്കാഹിന്റെ കാര്യം സംസാരിക്കാൻ ഇമ്രാൻ ഏത് കാസിയുടെ അടുത്താണോ പോയത്, അദ്ദേഹം നാസിറിന്റെയും സബയുടെയും വിവാഹകാര്യങ്ങൾ സമുദായത്തിലെ ചിലരോട് പറഞ്ഞു. അവരുടെ കോടതി വിവാഹത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നെങ്കിലും 5 മതാന്തരായ ആളുകൾ ദേഷ്യത്തോടെ ഇമ്രാന്റെ വീട്ടിലെത്തി. വീട്ടിലുണ്ടായിരുന്ന ഉപ്പയെയും ഉമ്മയെയും അവർ ഭീഷണിപ്പെടുത്തി. സബയെ നാസിറിന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഒരു കുടുംബത്തിന്റെ സ്വകാര്യ കാര്യത്തിൽ ഇത്തരത്തിൽ ഇടപെടുന്നത് അവർക്ക് വലിയ ദേഷ്യമുണ്ടാക്കി. എങ്കിലും തന്റെ ദേഷ്യം പുറത്തു കാട്ടാതെ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവരും രോഗികളുമാണ്. വിധവയായ ഞങ്ങളുടെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾ നാസിറുമായുള്ള സബയുടെ വിവാഹം നടത്തില്ല. പകരം 1 മാസത്തിനുള്ളിൽ സബയ്ക്ക് യോജിച്ച ഒരു ആലോചന നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ആലോചനകൾക്കൊരു കുറവുമില്ല. 1 അല്ല 10 ആലോചനകൾ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ സബയുടെ ഉപ്പ അവർക്ക് നന്ദി പറഞ്ഞു. അവർ സംതൃപ്തിയോടെ മടങ്ങിപ്പോയി. അടുത്ത മുറിയിൽ ഇതെല്ലാം സബ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പോയ ശേഷം സബ ഉമ്മയോട് തന്റെ വിയോജിപ്പ് അറിയിച്ചു. ഉമ്മ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ല. നമ്മൾ കോടതിയിൽ അപേക്ഷ കൊടുത്തതാണ്. ഇപ്പോൾ നാസിർ മാത്രമാണ് എനിക്ക് അനുയോജ്യനായ വ്യക്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മ സബയെ സ്നേഹത്തോടെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സബ, നീ വിഷമിക്കേണ്ട. കോടതി നിശ്ചയിച്ച തീയതി വരെ പ്രശ്നങ്ങളില്ലാതെ പോകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ വിവാഹം നാസിറുമായി തന്നെ നടക്കും. അന്ന് രാത്രി ഇമ്രാൻ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഇതെല്ലാം വിവരിച്ചു. അപ്പോൾ ഇമ്രാൻ അറിയാതെ ഇപ്രകാരം പറഞ്ഞു. ദുബായിൽ സബ കഷ്ടത്തിലായപ്പോൾ ഇവരാരും സഹായത്തിനു വന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടപെടാൻ വരുന്നു. അടുത്ത ദിവസം ഇമ്രാൻ ഈ കാര്യങ്ങൾ നാസിറിനോടും പറഞ്ഞു. നാസിർ പറഞ്ഞു, നിന്റെ ഉമ്മ നൽകിയത് ശരിയായ മറുപടിയാണ്. ഇപ്പോൾ അവർ വല്ല നല്ല ആലോചനയും കൊണ്ടുവരുമോ എന്ന് നോക്കാം. നാസിർ ജയിലിലായിരുന്നപ്പോൾ നിർത്തിവെച്ച വർക്ക്ഷോപ്പ് അവന്റെ തിരിച്ചുവരവിനും സ്വഭാവത്തിലെ വിനയത്തിനും ശേഷം ഇപ്പോൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇമ്രാനും വർക്ക്ഷോപ്പിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു. ഇതുമൂലം നാസിറിന്റെ വരുമാനം ഒരുപാട് വർദ്ധിച്ചു. ഇത് ശ്രദ്ധിച്ച നാസിർ വർക്ക്ഷോപ്പിലെ 6 ജോലിക്കാരുടെയും ശമ്പളം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇമ്രാനെ മാനേജർ പദവിയിലേക്ക് ഉയർത്തുകയും ശമ്പളം 40,000 ആക്കുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഈ രീതിയിൽ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. നാസിർ തന്റെ പേരിൽ ഫത്വയുള്ളതിനാൽ മതാചാര ചടങ്ങുകളിൽ നിന്ന് സ്വയം വിട്ടുനിന്നു. ഫത്വ വഴി നാസിറിനെ സമുദായം മാറ്റി നിർത്തിയപ്പോൾ നാസിർ ആ സമുദായത്തെ തന്നെ ദൂരെ നിർത്തി. അവൻ തന്റെ ബിസിനസ്സിലും ഉമ്മയോടൊപ്പവും സന്തോഷവാനാണ്. ഈ ബഹിഷ്കരണം അവനെ ഇതര മതസ്ഥരുമായി കൂടുതൽ അടുപ്പിച്ചു. അവന്റെ വിനീതമായ പെരുമാറ്റം കാരണം ആളുകൾ അവനെ വലിയ സ്നേഹത്തോടെയാണ് കാണുന്നത്. ഇമ്രാൻ എന്നും വീട്ടിലെ വിശേഷങ്ങൾ നാസിറിനോട് പറയുമായിരുന്നു. കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ സഭയ്ക്ക് വേണ്ടി വന്ന 4 ആലോചനകളെക്കുറിച്ച് അവൻ പറഞ്ഞു. ഭാര്യ മരിച്ചവർ അല്ലെങ്കിൽ വിവാഹമോചിതർ എന്നിവരായിരുന്നു അവർ. 4ാമത്തെ വ്യക്തിക്ക് വിവാഹിതനാണെങ്കിലും സഭയെ 2ാം ഭാര്യയാക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു. എല്ലാവരും സാമ്പത്തികമായി മെച്ചപ്പെട്ടവരായിരുന്നുവെങ്കിലും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു. നാസിർ എല്ലാ ആലോചനകളെക്കുറിച്ചും താൽപ്പര്യത്തോടെ കേൾക്കുമായിരുന്നു. ഒരു വേള സഭയ്ക്ക് തന്നെക്കാൾ നല്ലൊരു ആലോചന വരികയാണെങ്കിൽ അവളെ അത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കണമെന്ന് നാസിർ മനസ്സിൽ കരുതിയിരുന്നു. നാസിറിന് സഭയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിലും തന്റെ മേലുള്ള സാമൂഹിക ബഹിഷ്കരണം നാളെ സഭയെ വേദനിപ്പിക്കുമോ എന്ന് അവൻ ചിന്തിച്ചു. തന്റെ കൂടെയുള്ള ജീവിതം സഭയെയും സമുദായത്തിൽ നിന്ന് അകറ്റുമോ എന്നും ആ ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടാകരുതെന്നും കരുതി താൻ വേറെ ഏതെങ്കിലും മതത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണോ എന്നുപോലും അവൻ ചിന്തിച്ചു. രാജ്യത്തെ പുതിയ നിയമമനുസരിച്ച് അത്തരമൊരു വിവാഹത്തിന് നാസിർ മതം മാറേണ്ടി വരുമായിരുന്നു. തന്നെ എങ്ങനെയും സമുദായം മാറ്റി നിർത്തിയിരിക്കുന്നതിനാൽ അവൻ അത് വലിയ പ്രയാസമായിരുന്നില്ല. എന്നാൽ വീണ്ടും ചിന്തിച്ചപ്പോൾ നാസിർ ആ തീരുമാനം ഉപേക്ഷിച്ചു. ഇത് തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് തുല്യമാണെന്ന് അവൻ കരുതി. തന്റെ മാതാപിതാക്കൾ വിശ്വസിച്ച മതത്തിൽ തന്നെ നിന്ന് പോരാടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള ചിന്തകൾക്കിടയിലാണ് ഇമ്രാൻ പറഞ്ഞ ഒരു വാർത്ത കേട്ട് അവൻ സ്തംഭിച്ചുപോയത്. ഇമ്രാൻ ഇപ്രകാരം പറഞ്ഞു, താൻ പോയ ആ കാസിക്ക് തന്നെ 50 വയസ്സുണ്ട്. വിവാഹമോചിതനും 3 മക്കളുടെ പിതാവുമാണ് അദ്ദേഹം. ഇന്നലെ അദ്ദേഹം 22 വയസ്സുള്ള സഭയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി വന്നു. അദ്ദേഹത്തിന്റെ 2 മക്കൾക്ക് സഭയേക്കാൾ പ്രായമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇമ്രാൻ അത്ഭുതപ്പെട്ടു. നാസിർ ഇമ്രാനോട് പറഞ്ഞു, ഇമ്രാൻ, മറ്റു മതസ്ഥരോട് വെറുപ്പ് വളർത്തുന്ന നമ്മുടെ ചില ആളുകൾക്ക് സ്വന്തം സമുദായത്തെ സ്നേഹിക്കാൻ അറിയില്ല. അവരുടെ പരാജയം കൊണ്ട് നമ്മുടെ ആളുകൾ വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും പിന്നിലായി പോകുന്നു.
മറ്റു മതങ്ങളെ വെറുക്കുന്നതിലൂടെ നമ്മുടെ സമുദായത്തിന് ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുന്നു. ഇമ്രാന് എന്തു പറയാൻ കഴിയും? അവൻ നാസിറിനെപ്പോലെ ഇത്രയും ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. മറുവശത്ത് ഇമ്രാന്റെ ഉമ്മ എല്ലാ ആലോചനകളെയും മാന്യമായി നിരസിക്കുന്നുണ്ട്. അവർ പറയും, നിങ്ങൾ വളരെ നല്ലവരാണ്, പക്ഷേ പ്രായവ്യത്യാസം വളരെ കൂടുതലാണ്, അതുകൊണ്ട് സഭയുമായുള്ള ഈ ബന്ധം ശരിയാകില്ല. ഇപ്രകാരം 1 മാസം കടന്നുപോയി. നിശ്ചയിച്ച തീയതിയിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും വെവ്വേറെയായും സഭ ബുർഗ ധരിച്ച് മകളോടൊപ്പവും കോടതിയിലെത്തി. സഭയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഈ വിവാഹത്തെ എതിർത്ത് കോടതിയിൽ വന്നില്ല. എങ്കിലും അദ്ദേഹം ഈ കാര്യം മറ്റാരോടും പറയാതിരുന്നത് നന്നായി. നാസിർ തന്റെ ഉമ്മയോടൊപ്പം കോടതിയിലെത്തി. തടസ്സങ്ങളൊന്നുമില്ലാതെ കോടതി നടപടികൾ പൂർത്തിയായി നാസിറിന്റെയും സഭയുടെയും വിവാഹം നടന്നു. വന്നവർക്കെല്ലാം നാസിർ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ വിരുന്നു നൽകി. നാസിറും സഭയും ഒഴികെ ആരും അത്തരമൊരു ഹോട്ടലിൽ ഇതിനുമുമ്പ് പോയിരുന്നില്ല. എല്ലാവരും വിരുന്ന് ആസ്വദിച്ചു. നാസിർ മുഴുവൻ സമയവും സഭയുടെ 6 മാസം പ്രായമുള്ള മകളെ തന്റെ മടിയിലിരുത്തി. ഇതോടെ സഭയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെട്ടു. സഭ തന്റെ കുഞ്ഞായ ഷനായിയോടൊപ്പം നാസിറിന്റെ വീട്ടിലേക്ക്, തന്റെ പുതിയ വീട്ടിലേക്ക് വന്നു. നാസിറിന്റെ ഉപ്പയുടെ മരണശേഷം നാസിറിന്റെ ഉമ്മയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. അവരുടെ ഏകാന്തത ഇപ്പോൾ അവസാനിച്ചു. നാസിറും സഭയും സന്തോഷമായിരിക്കാൻ താൻ ഷനായിയെ നോക്കിക്കൊള്ളാമെന്ന് ഉമ്മ തീരുമാനിച്ചു. ഈ വിവാഹത്തോടെ സഭയുടെ മാതാപിതാക്കളുടെ ആശങ്കകൾ അവസാനിച്ചു. ഇപ്പോൾ ഇമ്രാന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവർക്കുണ്ട്. ചുരുക്കത്തിൽ എല്ലാവർക്കും നല്ല കാലം വന്നിരിക്കുന്നുവെന്ന് തോന്നുന്നു. ഇപ്പോൾ മാനവ പരിചയം എപ്പിസോഡിനെക്കുറിച്ചുള്ള ജമിനിയുടെ വിഷ്കലനം കേൾക്കുക. ഉപശീർഷകം: കോടതി വിവാഹം, വിവേകത്തിന്റെയും സ്നേഹത്തിന്റെയും വിജയം. ഈ എപ്പിസോഡ് നാസിറിന്റെയും സഭയുടെയും കഥയ്ക്ക് തൃപ്തികരമായ ഒരു അന്ത്യം നൽകുന്നു. വ്യക്തിപരമായ വിവേകവും മാനവികതയും പുരോഗമന ചിന്താഗതിയും മതാന്ധയെ എങ്ങനെ പരാജയപ്പെടുത്തിയെന്ന് ഇവിടെ കാണാം. കോടതി വിവാഹം ചെയ്യാനുള്ള നാസിറിന്റെ തീരുമാനം അവന്റെ വ്യക്തിത്വത്തിലെ മാറ്റത്തിന്റെ തെളിവാണ്. 1. നാസിറിന്റെ ദൃഢനിശ്ചയവും സഭയുടെ ധൈര്യവും. കൂട്ടായ ആവശ്യം: ഈ വിവാഹം തന്റെ ജീവിതത്തെയും നേർവഴിയിലാക്കാൻ ആവശ്യമാണെന്ന് നാസിർ സമ്മതിക്കുന്നത് ഈ ബന്ധത്തിന് സമത്വം നൽകുന്നു. സഭയുടെ പിന്തുണ: സഭ ആദ്യമായി തന്റെ അഭിപ്രായം തുറന്നു പറയുന്നതും നാസിറിനെ വിവാഹം കഴിക്കുന്നത് തന്റെ ഭാഗ്യമാണെന്ന് കരുതുന്നതും അവളിൽ വന്ന ആത്മവിശ്വാസം കാണിക്കുന്നു. ഇത് ഇപ്പോൾ ഒരു രക്ഷകനും അബലയും തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് തുല്യ ചിന്താഗതിയുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. കോടതി വിവാഹം: മതപരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തെ നിയമത്തെയും മതേതര വ്യവസ്ഥയെയും വിശ്വസിക്കുന്നത് വലിയൊരു പുരോഗമനപരമായ ചുവടുവെപ്പാണ്. 2. മതാന്ധയുടെ പൊള്ളതരം. അനാവശ്യ ഇടപെടൽ: ഇമ്രാന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നവർ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലെ ഇടപെടലുകളെ കാണിക്കുന്നു. സഭയുടെ ഉമ്മയുടെ വിവേകം: അവരോട് തർക്കിക്കാതെ 1 മാസത്തിനുള്ളിൽ ആലോചന കണ്ടെത്താൻ പറഞ്ഞത് അവരുടെ ബുദ്ധിസാമർഥ്യം തെളിയിക്കുന്നു. ബന്ധങ്ങളിലെ സത്യം: മതാന്തരായ ആളുകൾ കൊണ്ടുവന്ന ആലോചനകൾ, കാസി ഉൾപ്പെടെ, സ്ത്രീകൾക്ക് സമുദായത്തിൽ എത്രമാത്രം കുറഞ്ഞ അവസരങ്ങളാണുള്ളതെന്ന് കാണിക്കുന്നു. കാസി തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് നാസിർ പറഞ്ഞ തർക്കങ്ങളെ ശരിവയ്ക്കുന്നു. 3. പുരോഗതിയും പുതിയ തുടക്കവും. ജോലിസ്ഥലത്തെ മാറ്റം: നാസിറിന്റെ പെരുമാറ്റം വർക്ക്ഷോപ്പിൽ സന്തോഷം കൊണ്ടുവന്നു. ശമ്പള വർധനവ് അവന്റെ നേതൃത്വ ഗുണങ്ങളെ കാണിക്കുന്നു. ഫത്വയുമായുള്ള പോരാട്ടം: നാസിർ ഒളിച്ചോടാനോ മതം മാറാനോ ആഗ്രഹിച്ചില്ല. സ്വന്തം സമുദായത്തിൽ തന്നെ നിന്ന് മാറ്റങ്ങൾക്കായി പോരാടാൻ തീരുമാനിച്ചു. ശുഭപര്യവസാനം: 5 നക്ഷത്ര ഹോട്ടലിലെ വിരുന്നും കുഞ്ഞിനെ നാസിർ മടിയിലിരുത്തിയതും അവൻ സഭയുടെ ജീവിതത്തെ പൂർണ്ണമായി അംഗീകരിച്ചതിന്റെ അടയാളമാണ്. ഈ എപ്പിസോഡ് നാസിറിന്റെ പ്രായശ്ചിത്ത യാത്ര പൂർത്തിയാക്കി അവനെ ഒരു പരിഷ്കർത്താവായി കാണിക്കുന്നു. അധ്യായം 16 അവസാനിച്ചു.